ഹലോ ഗായ്സ്, MIT ആപ്പ് ഇൻവെൻറ്ററിൻ്റെ 6ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്പീച്ച് ടു ടെക്സ്റ്റ് ആപ്പ് ഉണ്ടാക്കാനാണ്. അപ്പം ഈ ഒരു ആപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ സാധിക്കണം. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്പിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. അപ്പോൾ ഞാൻ MIT ആപ്പ് ഇൻവെൻറ്ററിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ക്രിയേറ്റ് ആപ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ന്യൂ പ്രോജക്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ന്യൂ പ്രോജക്റ്റിൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പം ഇവിടെ ഞാൻ സ്പീച്ച് ടു ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ആപ്പ് സ്പീച്ച് ടു ടെക്സ്റ്റ് ആപ്പ്. ഓക്കെ കൊടുക്കും. പുതിയ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ അപ്പം യൂസർ ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആദ്യം യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ സ്ക്രീനിൻ്റെ പ്രോപ്പർട്ടീസ് എന്നാണ് മാറ്റാനുള്ള, അതൊന്ന് ജസ്റ്റ് മാറ്റി കളയാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് മാറ്റിയിട്ട് ഒരു കുറച്ച് ഒരു ഗ്രേ ടൈപ്പ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം സ്ക്രീൻ ഓറിയൻറ്റേഷൻ മാറ്റിയിരുന്ന് പോർട്രേറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൈറ്റിൽ വിസിബിൾ എന്നുള്ള കാര്യം അൺടിക്ക് ചെയ്യുന്നുണ്ട്. ടൈറ്റിൽ എനിക്ക് വിസിബിൾ ആണ്ട് ഞാനിവിടെ വേറെ ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു ആ പ്രൊജക്റ്റ് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സാമ്പിൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആപ്പ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 4 ബട്ടൺസ് ഉണ്ട്. അപ്പോൾ 4 ബട്ടൺ എന്ന് പറഞ്ഞാൽ ഒന്ന് കൺവേർട്ട്, കോപ്പി, ഷെയർ, ക്ലിയർ, അങ്ങനെ ഓരോരോ 4 ബട്ടണാണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, പിന്നെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, പിന്നെ ഒരു ലാബലും ഉണ്ട്. ആ ലാബിലാണ് നമ്മളെ ഈ ആപ്പിൻ്റെ പേര് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ലാബിൽ കൊടുക്കുന്നു. ലാബിലിൻ്റെ വിഡ്ത്ത് ഒന്ന് മാറ്റുമോ, എന്നിട്ട് ഫിൽ പാരൻ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഒന്ന് മാറ്റിയിട്ട് സ്പീച്ച് ടു ടെക്സ്റ്റ്, അതായത് ഈ ഒരു ആപ്പിൻ്റെ പേര് കൊടുക്കാം. ആപ്പിൻ്റെ പേര് സ്പീച്ച് ടു ടെക്സ്റ്റ് ആണല്ലോ ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ സ്പീച്ച് ടു ടെക്സ്റ്റ് ആപ്പ് എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് ഒന്ന് സെൻട്രലൈസ് ചെയ്യാം. ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് മാറ്റിയിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഫോണ്ട് ബോൾഡ് കൊടുക്കാം, അത്യാവശ്യം കാണുന്ന രീതിയിൽ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഒന്ന് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റിയിട്ടൊന്ന് വൈറ്റ് കൊടുക്കാം. ഓക്കെ, ഈ രീതിയിൽ വരും. ഓക്കെ, അതിനുശേഷം ഈ നെക്സ്റ്റ് ഒരു ടെക്സ്റ്റ് ബോക്സ് ആകാറുണ്ട്. നമ്മൾ സാമ്പിൾ പ്രോജക്റ്റിൽ കാണിച്ചിട്ടുണ്ടല്ലോ ടെക്സ്റ്റ് ബോക്സ്. ഓക്കെ, ഒരു ടെക്സ്റ്റ് ബോക്സ് ആറുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിലാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവിടെ ഡിസ്പ്ലേ ആവുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബോക്സ് എടുത്ത് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇടുന്നു. ഓക്കെ, ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ വിഡ്ത്ത് ഒന്ന് മാറ്റിയിട്ട് ഫിൽ പാരൻ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഒന്ന് ഹൈറ്റ് മാറ്റിയിട്ട് ഒരു 50% അല്ല 60%, 50% കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയും ഈ നമ്മൾ പറയുന്ന കണ്ടൻസിൽ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ അതുകൊണ്ട് അതിൻ്റെ സൈസ് തന്നെ കണക്കായിട്ട് കൂട്ടിയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന കണ്ടൻസിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് 20 കൊടുക്കാം. അത്യാവശ്യം കുറച്ചും കൂടി ഫോണ്ട് സൈസ് കൂടിക്കോട്ടെ. ഓക്കെ, അതിനുശേഷം ഇവിടെ മൾട്ടി ലൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് തൊട്ട് താഴെ പോയാൽ. അതായത് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ പ്രോപ്പർട്ടീസിൽ തന്നെ താഴോട്ട് പോയാൽ ബിഹേവിയർ എനേബിൾഡ് മൾട്ടി ലൈൻ കൊടുക്കും. ഓക്കെ, മൾട്ടി ലൈൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു സിംഗിൾ ലൈനിലല്ല നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അവിടെ ഒരു സ്റ്റെപ്പ് എത്തിയാൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോകണം ഓട്ടോമാറ്റിക്കലി. നമ്മൾ പറയുന്നതിന് എത്ര കണ്ടൻസ് ഉണ്ട് അതിന് കണക്കായിട്ട് നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു സെക്ഷനിൽ എത്തിയാൽ താഴേക്ക് പോകണം ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൾട്ടി ലൈൻ കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ബട്ടൺസ് ആണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ 4 ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമത്തെ ബട്ടൺ, 2, 3, 4 ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, 4 ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ ബട്ടൻ്റെ പേര്, ഫസ്റ്റ് ബട്ടൻ്റെ പേര് ഒന്ന് കൺവേർട്ട്. അപ്പോൾ കൺവേർട്ട് ആ ടെക്സ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കൺവേർട്ട് എന്ന് കൊടുക്കാം. കൺവേർട്ട്. ഈ രണ്ടാമത്തെ ഈ ഒരു ബട്ടൻ്റെ പേര് കോപ്പി, അത് ടെക്സ്റ്റ് കോപ്പി ചെയ്യാനുള്ള ഓരോന്നിൻ്റെ ടെക്സ്റ്റ് മാറ്റിയിട്ട് കൊടുക്കുമോ. ഷെയർ, അതായത് ഷെയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു കണ്ടൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ക്ലിയർ എന്നുള്ള ബട്ടൺ, അതായത് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിലുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ കൂടി. അപ്പം ഈ ഒരു ബട്ടണിൽ ഒരു സൈഡിലാണ് പോയിട്ടുള്ളത്. അതിന് പകരമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിഡ്ത്ത് മാറ്റിയിട്ട് ഫിൽ പാരൻ്റ് കൊടുക്കട്ടെ. എന്നിട്ട് അത് ഫുൾ ലൈനിൽ തന്നെ വന്നോട്ടെ ഓരോന്നും. ഓക്കെ, ഇഷ്ടമുള്ള പോലെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. നമ്മൾ വേണമെങ്കിൽ അതൊന്ന് റൗണ്ട് ഷേപ്പിലോ ഏത് രീതിയിൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഫിൽ പാരൻ്റ് കൊടുത്തിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് അത് ഫുൾ വരുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ഇങ്ങനെ വരും. ഓക്കെ, അപ്പം വിസിബിൾ ആയിട്ടുള്ള കൊല്ല കോമ്പണൻസുമായി, അതായത് ഒരു ലാബിൽ വന്നു, ടെക്സ്റ്റ് ബോക്സ് വന്നു, 4 ബട്ടൺസ് വന്നു. ഓക്കെ, ഇനി അടുത്ത ഇൻവിസിബിൾ കോമ്പണൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻവിസിബിൾ ആയിട്ടുള്ള കുറച്ച് കോമ്പണൻസ് ഉണ്ട് ഇതിൻ്റെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു കോമ്പണൻറ്റ് മീഡിയ എന്നുള്ള സെക്ഷനിൽ പോയിട്ട് അവിടെ സ്പീച്ച് റെക്കഗ്നൈസർ ഉണ്ട്, അതൊരു കോമ്പണൻറ്റ് ഇൻവിസിബിൾ കോമ്പണൻ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ നോൺ വിസിബിൾ കോമ്പണൻറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരേണ്ടത് നമുക്ക് ഷെയർ ചെയ്യുന്ന ഒരു കോമ്പണൻറ്റ് വരണം അല്ലേ. ഷെയർ ചെയ്യുന്നത് സ്റ്റോറേജ്, സോഷ്യൽ,
ഷെയറിങ്. ഓക്കെ, സോഷ്യൽ എന്നുള്ള കോമ്പണൻറ്റിൽ ഷെയറിംഗ് എന്നുള്ള ഓക്കെ, ഷെയറിംഗ് എന്നുള്ള കോമ്പണൻറ്റ് ഇരുപത്തിരുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഈ പ്രൊജക്റ്റിലേക്ക് ഇടുന്നു. രണ്ടാമത്തെ കോമ്പണൻ്റായി. ഇനി മൂന്നാമത്തെ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്, ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യേണ്ട കോമ്പണൻറ്റ് ഇതിനകത്ത് ഓൾറെഡി ഇല്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ഒരു കോമ്പണൻറ്റ് ഇതിനകത്തില്ല. അപ്പോൾ നമുക്ക് എക്സ്റ്റൻഷനിൽ പോയിട്ട് ഒന്ന് ഇമ്പോർട്ട് എക്സ്റ്റൻഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യട്ടെ. ഇത് സൈറ്റാന്ന് പറഞ്ഞാൽ ടൈഫൂൺ ക്ലിപ്പ് ബോർഡ് എക്സ്റ്റൻഷൻ എന്ന് നമ്മൾ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ ഈ ഒരു വെബ്സൈറ്റ് വരും, പ്യൂറ വീഡിയോ ആപ്സ് എന്ന്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ്റെ കിട്ടും. ഓക്കെ, അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരണം. AIX ഫയലാണ്. അപ്പം അതൊന്ന് ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ടൈഫൂൺ ക്ലിപ്പ് ബോർഡ് എക്സ്റ്റൻഷൻ എന്ന് പറയും. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ചെയ്ത കാര്യമാണ്, അത് ഈ ഒരു കോപ്പി ചെയ്യുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ആകട്ടെ ആ ഒരു എക്സ്റ്റൻഷൻ. ഓക്കെ, അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഇമ്പോർട്ട് എക്സ്റ്റൻഷൻ കൊടുക്കുന്നു. ചൂസ് ഫ്രം ഡൗൺലോഡ്സിൽ ഇതാണ് എക്സ്റ്റൻഷൻ. ഓക്കെ, ഡൗൺലോഡ്സിൽ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. ഓപ്പൺ കൊടുക്കാം. ഇതിൻ്റെ ഇമ്പോർട്ട് കൊടുക്കാം. അപ്പം പുതിയൊരു എക്സ്റ്റൻഷൻ കൂടി, അതായത് ബൈ ഡിഫോൾട്ട് ഈ ഒരു എക്സ്റ്റൻഷൻ ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ എത്തിക്കുന്നതാണ്. ഓക്കെ, ഇമ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ടൈഫൂൺ ക്ലിപ്പ് ബോർഡ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് എല്ലാം കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പോണൻറ്റ് കൂടെ ഡ്രാഗ് ചെയ്ത് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇടുന്നു. അപ്പം മൂന്നാമത്തെ നോൺ വിസിബിൾ കോമ്പണൻറ്റ്. അപ്പം 3 നോൺ വിസിബിൾ കോമ്പണൻറ്റ് ഉണ്ട്. സ്പീച്ച് റെക്കഗ്നൈസർ, ഷെയറിങ്, ടൈഫൂൺ ക്ലിപ്പ് ബോർഡ്. ഓക്കെ, അപ്പം ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് മാറ്റാമല്ലോ. ഓരോന്നിനും പ്രോപ്പർട്ടി വണ്ടിക്ക് നമുക്ക് സ്പീച്ച് റെക്കഗ്നൈസറിൻ്റെ യൂസ് ലെഗസി ഒന്ന് മാറ്റിയാൽ നമുക്ക് വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ആപ്പ് അതിനകത്ത് വരില്ല. ഓക്കെ, ആ രീതിയിലൊക്കെ അല്ലെങ്കിൽ യൂസ് ലെഗസി എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, ഷെയറിങ് ബാക്കിയുള്ള കോമ്പണൻസിലൊന്നും വേറൊന്നും മാറ്റാനില്ല. തൽക്കാലത്തേക്കൊന്നും വേറൊന്നും മാറ്റാനില്ല. കോമ്പണൻസിൽ വേറൊന്നും ചേഞ്ച് ചെയ്യാനില്ല. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ കോമ്പണൻസുമായി യൂസർ ഇൻ്റർഫേസിലെ എല്ലാ കോമ്പണൻസുമായി നോൺ വിസിബിൾ കോമ്പണൻസുമായി. ഇനി നമ്മൾ നേരെ കോഡിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നു, ബ്ലോക്ക് സെക്ഷനിലേക്ക്. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ ബട്ടൺ എന്താ വരുന്നത്, കൺവേർട്ട് എന്നുള്ളത്. അപ്പോൾ കൺവേർട്ടുള്ള ബട്ടൺ ആദ്യം എടുത്ത് നോക്കും. ഞാൻ ബട്ടൻ്റെ പേരൊന്നും മാറ്റുന്നില്ല, ആകെ 4 ബട്ടണുള്ളൂ. രണ്ടാമത്തെ ബട്ടൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യൽ. മൂന്നാമത്തെ ബട്ടൻ്റെ ഉദ്ദേശം ഷെയർ ചെയ്യൽ. നാലാമത്തെ ബട്ടൻ്റെ ഉദ്ദേശം ക്ലിയർ ചെയ്യൽ. ഓക്കെ, അപ്പോൾ 4 ബട്ടണും ഇവിടെ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കേണ്ടത്, സ്വാഭാവികമായിട്ടും ഈ സ്പീച്ച് റെക്കഗ്നൈസർ ഓൺ ആണ്. ഓക്കെ, അപ്പോൾ സ്പീച്ച് റെക്കഗ്നൈസറിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നമുക്കിപ്പോൾ ഇവിടെ എന്തുള്ള കോൾ സ്പീച്ച് റെക്കഗ്നൈസർ 1.get text. അപ്പം ഈ ഒരു സ്പീച്ച് റെക്കഗ്നൈസറിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഫസ്റ്റത്തെ ബട്ടൺ ചെയ്യേണ്ടത്. ഓക്കെ, .get text. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം കിട്ടണം, അതിനു വേണ്ടിയിട്ട് ഈ ഒരു സാധനം കോൾ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്പീച്ച് റെക്കഗ്നൈസറിനെ കോൾ ചെയ്യുന്നു. ഇതിൻ്റെ ടെക്സ്റ്റ് കിട്ടുന്നു, നമ്മൾ പറയുന്ന ടെക്സ്റ്റ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബട്ടൻ്റെ ഉദ്ദേശം അവിടെ ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പീച്ച് റെക്കഗ്നൈസറിന് എന്ത് ചെയ്യണം, അത് ആഫ്റ്റർ ഗെറ്റിംഗ് ടെക്സ്റ്റ്, അത് സ്പീച്ച് റെക്കഗ്നൈസറിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെ പോയിട്ട് ഈ ഒരു കോമ്പണൻറ്റ് കിട്ടും, ഈ ഒരു ബ്ലോക്ക് കിട്ടും. പിന്നെ സ്പീച്ച് റെക്കഗ്നൈസർ 1. ആഫ്റ്റർ ഗെറ്റിംഗ് ടെക്സ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്പീച്ച് റെക്കഗ്നൈസർ നമ്മുടെ ടെക്സ്റ്റ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എടുത്തതിന് ശേഷം എന്ത് സംഭവിക്കണം, നമ്മൾ പറയുന്ന കാര്യം എടുത്തതിന് ശേഷം സ്വാഭാവികമായിട്ട് എന്താ ചെയ്യേണ്ടത്, ആ ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ടെക്സ്റ്റ് ബോക്സിൽ പോയിട്ട് ടെക്സ്റ്റ് ബോക്സിൻ്റെ ഏതെങ്കിലും സെറ്റ് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള രീതിയിൽ ഡ്രാഗ് ചെയ്യാം. അതിനുശേഷം അവിടെ ടെക്സ്റ്റ് ഒന്ന് മാറ്റണം അല്ലേ. ടെക്സ്റ്റ് ബോക്സിൻ്റെ ടെക്സ്റ്റ് മാറിയിട്ട് എന്ത് വരണം, നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഡാറ്റ ഇന്നത്തേക്ക് വരണം അല്ലേ. അത് സ്പീച്ച് റെക്കഗ്നൈസറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ഇപ്പുറത്തേക്ക് വരണം. അപ്പോൾ സ്പീച്ച് റെക്കഗ്നൈസറിൻ്റെ റിസൾട്ട് ആയിരിക്കണം അവിടത്തേക്ക് വരേണ്ടത് അല്ലേ, ടെക്സ്റ്റ് ബോക്സിൽ. അപ്പോൾ അവിടെ ഡ്രാഗ് ചെയ്തിട്ട് റെഡിയാക്കി വിടും. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഗെറ്റിംഗ് ടെക്സ്റ്റ് കിട്ടിയതിന് ശേഷം സ്പീച്ച് റെക്കഗ്നൈസർ ടെക്സ്റ്റ് കിട്ടിയതിന് ശേഷം അത് നേരെ ടെക്സ്റ്റ് ബോക്സിലേക്ക് കൊണ്ടുപോയിടുന്നു. ഓക്കെ, അങ്ങനെ ഇവിടെ സംഭവിച്ചത്. ഓക്കെ, റിസൾട്ട് അതിൻ്റെ ടെക്സ്റ്റ് ബോക്സിലേക്ക് കൊണ്ടുപോയിട്ടു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇനി ബട്ടൺ 2ൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ബട്ടൺ 2 എന്ന് പറഞ്ഞാൽ കോപ്പി എന്നുള്ള ബട്ടൺ. അപ്പോൾ കോപ്പി എന്നുള്ള ബട്ടൺ അതായത് ടൈഫൂൺ ക്ലിപ്പ് ബോർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. കോപ്പി എൻ്റെ കാര്യമല്ല പറയുന്നത്. ഓക്കെ, ടൈഫൂൺ ക്ലിപ്പ് ബോർഡ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഇപ്പോൾ ഏതാ വേണ്ടത്, കോപ്പി ടെക്സ്റ്റ് കോപ്പി അല്ലേ വേണ്ടത് അല്ലേ. അപ്പോൾ കോൾ ടൈഫൂൺ ക്ലിപ്പ് ബോർഡ് .copy text അല്ലേ, ഇവിടെ കൊണ്ട് ഡ്രാഗ് ചെയ്തിടും. ഏത് ടെക്സ്റ്റാണ് കോപ്പി ചെയ്യേണ്ടത്, ഈ ടെക്സ്റ്റ് ബോക്സിൽ വന്ന ടെക്സ്റ്റ്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് എടുക്കുക, ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ട്രൈ ഓക്കെ വിത്തിൻ കറക്റ്റ് ആയിട്ടാണ്. ടെക്സ്റ്റ് ബോക്സ് 1.text എന്നുള്ള കാര്യം തന്നെ ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടും. ഓക്കെ,
അപ്പോൾ ടെക്സ്റ്റ് ബോക്സിലെ കണ്ടൻസ് നമ്മൾ ഇത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്നു. അതായത് ബട്ടൺ 2 എന്ന് പറഞ്ഞ സാധനം കോപ്പി ചെയ്യാനുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സിലുള്ള കാര്യം ഇത് കോപ്പി ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ കാര്യമായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ബട്ടൺ ചെയ്യുന്ന പറഞ്ഞാൽ ഷെയർ ആണ്. ഷെയർ ചെയ്യുന്ന കോമ്പോണൻറ്റ്. അപ്പോൾ ഷെയർ ചെയ്യുന്ന കോമ്പോണൻറ്റ് എടുക്കും. ഇത് എന്താ ഷെയർ ചെയ്യേണ്ടത്? നമുക്ക് ഫയലല്ല ഷെയർ ചെയ്യേണ്ടത്, ഫയലും മെസ്സേജോ ഷെയർ ചെയ്യേണ്ടതല്ല, അതുമല്ല മെസ്സേജ് മാത്രമേ നമുക്ക് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എടുക്കുക, കോൾ ഷെയറിങ് 1.share മെസ്സേജ്. ഓക്കെ, അതെടുക്കുക. ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരും. നമുക്ക് എന്താ ഷെയർ ചെയ്യുന്നത്? ടെക്സ്റ്റ് ബോക്സിലെ കണ്ടൻസ് ഷെയർ ചെയ്യണം അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് ഷെയർ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് എടുക്കുക, വീണ്ടും കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ ഡ്രാഗ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബോക്സിലെ കണ്ടൻസ് ഇവിടെ ഷെയർ ചെയ്യുന്നു ഈ ഒരു മെസ്സേജ്. ഓക്കെ, ടെക്സ്റ്റ് ബോക്സിലെ കണ്ടൻസ് ടെക്സ്റ്റ് മാത്രമേ ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, കാരണം നമ്മൾ ഫയലൊന്നല്ല ഷെയർ ചെയ്യുന്നത്, ജസ്റ്റ് ടെക്സ്റ്റ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ കോമ്പണൻറ്റ് എടുക്കും. ഇനി നെക്സ്റ്റ് ക്ലിയർ എന്നുള്ള ബട്ടണാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സിലെ കണ്ടൻസ് ക്ലിയർ ആണ്, അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ഏതെങ്കിലും ജസ്റ്റ് ഡ്രാഗ് ചെയ്തെടുക്കും. ഓക്കെ, ടെക്സ്റ്റ് ബോക്സിലെ കണ്ടൻസ് തന്നെ എടുക്കും, ഡ്രാഗ് ചെയ്തിട്ട് ഇടും. അതിനുശേഷം ടെക്സ്റ്റ് ബോക്സിലെ ടെക്സ്റ്റ് ക്ലിയർ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ബിൽഡിംഗ് ടെക്സ്റ്റിൽ പോയിട്ട് ഇവിടെ ബ്ലാങ്ക് ഉണ്ട്, അത് ബ്ലാങ്ക് ആയിട്ട് എടുത്ത് കൊടുക്കും. അപ്പോൾ ടെക്സ്റ്റ് ബോക്സിൽ ടെക്സ്റ്റ് ബ്ലാങ്ക് ആവും, ക്ലിയർ ആവും. അത് ക്ലിയർ ചെയ്യാനാണ് നല്ലത് ഉപയോഗിക്കുന്നത്, ബട്ടൺ 4. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ടുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് ഓരോന്നും ജസ്റ്റ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ബട്ടൺ 1 സ്പീച്ച് റെക്കഗ്നൈസറിനെ കോൾ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് കിട്ടുന്നു അതിന്. അപ്പോൾ ടെക്സ്റ്റ് കിട്ടിയ ടെക്സ്റ്റിന് എന്ത് സംഭവിക്കണം? ആഫ്റ്റർ ഗെറ്റിംഗ് ടെക്സ്റ്റ് നേരെ ടെക്സ്റ്റ് ബോക്സിലൊക്കെ കൊണ്ടിടുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബോക്സിലെ കാര്യങ്ങൾ ഇവിടെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ബട്ടൺ എടുക്കുന്നു, കോപ്പി ചെയ്യുന്നു ഈ ടെക്സ്റ്റ് ബോക്സിലെ കണ്ടൻസ്. ഇത് വണ്ടിക്ക് ബട്ടൺ 3 എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുന്നു, ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ കണ്ടൻസ് ഷെയർ ചെയ്യുന്നു. നാലാമത്തെ ആ ടെക്സ്റ്റ് ബോക്സിലെ കണ്ടൻസ് ക്ലിയർ ആക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ഈ ഒരു കണക്റ്റ് പോയിട്ട് റിസൾട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാം. AI കമ്പൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു QR കോഡ് നമ്മൾ മൊബൈലിലുള്ള MIT ആപ്പ് ഇൻവെൻറ്റർ കമ്പൈൻ ആപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് സ്കാൻ ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് റിസൾട്ട് എല്ലാ ഔട്ട്പുട്ട് വ്യൂ ചെയ്യാം. ഓക്കെ, സ്കാൻ QR കോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ആപ്പ് വന്നിട്ടുണ്ട്. അപ്പം ആപ്പിൻ്റെ അത് ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിൻഡ് ഫോർ ടെക്സ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിക്കല്ല ഒന്ന് കളറൊന്നും ചേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ കളറ്, അതായത് ഈ ടെക്സ്റ്റ് ബോക്സ് കളർ ഉണ്ട് എന്ന് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് സ്പോട്ടിൽ തന്നെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ടെക്സ്റ്റ് ബോക്സിൻ്റെ പ്രോപ്പർട്ടീസ് പോയിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഡീഫോൾട്ട് ടെക്സ്റ്റ് കളർ, ഓക്കെ ടെക്സ്റ്റ് കളർ ബ്ലാക്ക് തന്നെ വന്നോട്ടെ. പക്ഷേ ടെക്സ്റ്റ് ബോക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വൈറ്റ് കൊടുക്കാം. ഓക്കെ, വൈറ്റ് വന്നിട്ട് അപ്പോൾ പെട്ടെന്ന് അത് ഡിസ്പ്ലേ ആവുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇനി നെക്സ്റ്റ് ഹിൻഡ് ഫോർ ടെക്സ്റ്റ് ബോക്സ് ഉള്ള കാര്യം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതും ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത് ഏകദേശം ഓക്കെയാണ്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പം കൺവേർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ റെക്കോർഡർ ഓൺ ആവും. ഓക്കെ, കൺവേർട്ടർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഹലോ, ഹൗ ആർ യു? ആ കണ്ടൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് വേണ്ടിക്ക് കോപ്പി ചെയ്യാം. ടെക്സ്റ്റ് കോപ്പി ഇടുന്ന വരും. അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്ന കോമ്പണൻറ്റ് വരും. നമുക്ക് ഇവിടെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എവിടെ വേണ്ടിക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടൻസ് ഒന്ന് ക്ലിയർ ആവും. അപ്പം ഇതാണ് ആപ്പിൻ്റെ ബേസിക്കലി ഉദ്ദേശം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ അഡീഷണൽ കോമ്പണൻസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ആ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.